ലോകത്തിനു മുന്നിൽ മുട്ടുകുത്തി ഇസ്രായേൽ. നമുക്കത് പരിശോധിക്കാം. അതിനു മുൻപായി ഇസ്രായേലി പട്ടാളക്കാർക്ക് കിട്ടുന്ന ഭക്ഷണത്തിന്റെ സ്റ്റാൻഡേർഡ് ക്വാളിറ്റി നമുക്കൊന്ന് കണ്ടിട്ട് വരാം. സൂക്ഷിച്ചു നോക്കിയാൽ എലിയെ കാണാം. കണ്ടില്ലേ, ഈ ഭക്ഷണമാണ് ഇസ്രായേലി പട്ടാളക്കാർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടിട്ട് സഹതാപമൊന്നും തോന്നുന്നില്ല. ഒരുപക്ഷെ ഇവർ ചെയ്തിട്ടുള്ള ക്രൂരത, സാധാരണക്കാരോടും എന്തിന് സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും വരെ ചെയ്തിട്ടുള്ള ക്രൂരത അറിയാവുന്നത് കൊണ്ടാവാം ഇവരോട് ഒരു തരി സഹതാപം തോന്നുന്നില്ല. നമുക്കിതിന്റെ റിപ്പോർട്ട് വായിക്കാം. ഇത് നടന്നിട്ടുള്ളത് ഹൈഫയിലാണ്. ഒരു ഹൈഫയിലെ മിലിറ്ററി നേവൽ ട്രെയിനിങ് ബേസിലാണ് ഈ സംഭവം നടന്നിട്ടുള്ളത്. അതായത് ഒരു വലിയ തരത്തിലുള്ള ഒരു സാനിറ്ററി കണ്ടീഷനാണ് ഇവിടെ നടന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഏകദേശം ഇവിടെ 1200ഓളം മെയിൽ ആൻഡ് ഫീമെയിൽ സോൾജിയേഴ്സ് ഉണ്ട് ഈ ഒരു ബേസിൽ. അത് മാത്രമല്ല, ഈ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ഒരു വർക്കറാണ്. അതായത് ആള് പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാൾ പിന്നെ ഉണ്ടാവില്ല. അപ്പൊ അയാൾ പറഞ്ഞിട്ടുള്ളത് ഇവിടെ ഉണ്ടാവുന്ന ഫുഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസഫീഷ്യന്റ് ആണ്. അതായത് ഈ മിലിറ്ററിക്കാർക്ക് കൊടുക്കാനുള്ള ഫുഡ് ഇവിടെ ഉണ്ടാവുന്നില്ല. അത് മാത്രമല്ല, ഡെയിലി 12-13ഓളം എലികളെ കാണാം. ഈ എലികൾ വരുന്നത് കൂടുതലും ഈ പ്ലംബിംഗ് സിസ്റ്റത്തിലെ, അതുപോലെ എയർ കണ്ടീഷനിലൂടെ, അതുപോലെ ഈ ചുമരിലുള്ള ഹോളിലൂടെ ഒക്കെയാണ് ഇത് വരുന്നത്. ഈ കാര്യത്തെ കുറിച്ചിട്ട് കുറച്ച് മാസമായി ഞങ്ങൾ കംപ്ലൈന്റ് ചെയ്തിട്ട്, പക്ഷെ ഇതുവരെ അത് ശരിയാക്കാനുള്ള ഒരു തീരുമാനവും ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് ഈ വർക്കർ പറയുന്നത്. അതായത് അത്രയും പരിതാപകരമാണ് അവസ്ഥകൾ. അതായത് ഇവർക്ക് വേണ്ടി ഒരു കാര്യവും പ്രോപ്പറായി ചെയ്തു കൊടുക്കില്ല, പക്ഷെ യുദ്ധം വരുമ്പോൾ അങ്ങോട്ട് ഇറങ്ങി പോയിക്കൊള്ളണം. ഇതൊക്കെ ആ കുഞ്ഞുങ്ങളുടെ ഒക്കെ ശാപമാണ്. കാരണം ഇവർ സ്ത്രീകളോടും കുഞ്ഞുങ്ങളോടും അത്രയും വലിയ ക്രൂരതകൾ, എന്തിനേറെ പറയുന്നു, പുറത്തുള്ള ആളുകളെ എന്തിനു പറയുന്നു, ഇവരുടെ അകത്തുള്ള ആളുകൾക്ക് തന്നെ സുരക്ഷിതത്വമില്ല. ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഇസ്രായേലി മിലിറ്ററി റെക്കോർഡ്സ് 2420 കേസസ് ഓഫ് സെക്ഷൽ മിസ്കണ്ടക്ട് ഇൻ 2025. 2025 ഇസ്രായേലി മിലിറ്ററി റെക്കോർഡ്സ് പ്രകാരം സെക്ഷൽ മിസ്കണ്ടക്ട് ഉണ്ടായിട്ടുള്ള കേസസ് എന്ന് പറയുന്നത് 2420 ആണ്. അതായത് മിലിറ്ററി റിലേറ്റഡ് സർക്കംസ്റ്റാൻസസിലാണ് ഈ ഒരു സെക്ഷൽ മിസ്കണ്ടക്ട് ഒക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറഞ്ഞത്. ഇത് പുറത്തേക്ക് വരാനുള്ള കാരണം കഴിഞ്ഞ വർഷം ഒരു നിയമം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതായത് മാൻഡേറ്റിംഗ് ആനുവൽ റിപ്പോർട്ടിംഗ് ഓൺ സെക്ഷൽ ഹറാസ്മെന്റ് ബൈ ദി ഇസ്രായേലി മിലിറ്ററി, പോലീസ് ആൻഡ് പ്രിസൺ സർവീസ്. ഫ്ലോട്ടില ഇഷ്യൂ നോക്കാം. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഫ്ലോട്ടില ആക്ടിവിസ്റ്റുകളെ ഇസ്രായേൽ അറസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ ലോകത്തിലെ പല രാജ്യങ്ങളും ഇസ്രായേലിനെതിരെ വന്നപ്പോൾ മുട്ടുമടക്കി ഇപ്പോൾ ഇസ്രായേൽ ഈ ഫ്ലോട്ടില ആക്ടിവിസ്റ്റ് ആയിട്ടുള്ള 428 പേരെ റിലീസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ റിലീസ് ചെയ്ത് അതിനുശേഷമാണ് ഈ വോളണ്ടിയേഴ്സ് ഇവരവിടെ അനുഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ പുറത്തു പറയുമ്പോഴാണ് ലോകം ഞെട്ടിയിട്ടുള്ളത്. കാരണം അങ്ങനെയുള്ള ക്രൂരതകളാണ്